ഹലോ ഡിയേഴ്സ്, പ്രത്യേകിച്ച് കറികളൊന്നും ചോറിന് കഴിക്കാനില്ലാത്ത സമയത്ത് പെട്ടെന്ന് മുട്ടയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും കുറച്ച് പെരുംജീരകവും, അതായത് വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. വലിയ ജീരകം ചേർക്കാൻ വിട്ടുപോകരുത്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് ഈ തോരന്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറുതായി കട്ട് ചെയ്ത സവോള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവോള വലിയതായി അരിയാതെ ഈ ഒരു രീതിയിൽ കുഞ്ഞു കുഞ്ഞായി അരിയുന്നതാണ് നല്ലത്. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ടയൊന്ന് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് ഉപ്പും കൂടി ഇട്ട്, നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സവോളയൊക്കെ നന്നായി ഒന്ന് വഴന്നു വന്നു. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തൊരു തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ. അതുകൂടെ ചേർത്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞു വരുന്ന സമയം വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മുട്ടയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം. അവസാനം കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടത്തോരൻ റെഡിയാണ്. പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.